നീ ആരോട് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് പോന്നെ? ഇതെന്താണത്? നീ തുള്ളിച്ചാടി ദേഷ്യപ്പെട്ട് എന്താണത്? നീ നേരത്തെ പറഞ്ഞില്ല വന്നേര്യം. അവനും കൊച്ചുവന്തിയെ എനിക്ക് മതിയായി. മേക്കടെ കൂടെ ജീവിച്ചു ഒരു തരത്തിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ അങ്ങോട്ട് പോണില്ല. എനിക്ക് മതിയായി. അത്രയും സഹിക്കിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്താടിയുള്ള പ്രശ്നം? നമ്മുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാല. വാടക വീട് മാറി മാറി നടന്നു മതിയായി മനുഷ്യന്. ഒരു പെൺകൊച്ചാണെങ്കിൽ വളർന്ന് വലുതായി വരെയാണ്. എന്തൊക്കെ ചെലവുകളുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുത്തു വെക്കണ പൈസ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ അങ്ങനെ എടുത്തു കൊടുക്കും. എപ്പോഴുള്ള പണിയാണ്. ഇപ്പൊ ഒരു 3 സെന്റ് സ്ഥലം മേടിക്കാനായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ എടുത്ത് വെച്ച പൈസ ഉണ്ട്. ചേട്ടൻ എന്തോട്ട് ആവശ്യം പറഞ്ഞു അങ്ങാട് എടുത്തു കൊടുത്ത്. എന്നോട് ചോദിച്ചില്ല, പറഞ്ഞില്ല, ഒന്നുമില്ല. ഇങ്ങനെ കൊടുത്ത് എന്റെ കയ്യിലെ വളയും എല്ലാരും പോയി. ഒന്നുമില്ല ഇനി മര്യാദക്ക് ഇടാനായിട്ട്. ഇത് ആ സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുക്കാൻ വെച്ച പൈസയാണ്. എന്നിങ്ങനെ കിടന്നാ മതിയാ? ഒരു വീട് പണിയണ്ടേ? അതെന്നോട് ചോദിക്കാൻ കൂടി ഇല്ല. അങ്ങാടി എടുത്തു കൊടുക്കേണ്. എന്റെ കൂടപ്പുറപ്പാണ്, എന്റെ കൂടപ്പുറപ്പങ്ങളാണ്. അവരെ ഞാനല്ലാണ്ട് ആരാണ് സഹായിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? അമ്മ പറ. ഒരു പെൺകൊച്ചല്ലേ വളർന്നു വന്നത്? ആ ബോധമെങ്കിലും വേണ്ടേ? ഒന്ന് പറഞ്ഞ 2 പറഞ്ഞ ഇപ്പൊ ദേഷ്യവും തല്ലാൻ പറ്റില്ലാണ്. നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു പോം വഴിയില്ലേ? മതിയായി. നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കടി. അവിടെ ഒന്ന് നീ ആരോട് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നെ? നീ ആരോട് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നെ? ഞാൻ ആരോട് ചോദിക്കാൻ? എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന വ്യത്യാസങ്ങള് ആണോ? എനിക്ക് ചോദിക്കാൻ സൗകര്യം ഉണ്ടായില്ല. ഇനി ചോദിക്കാനും പോണില്ല. അതെല്ലാം മതി. വീട്ടുകൾ എവിടെ ഇരിക്കായിരുന്നല്ല ചെല്ലി ഇരിക്കേ എന്നിട്ട് പറയാ അവിടെ ഇരിക്കുന്ന ആദ്യം തന്നെ. ഓനെ നിങ്ങൾ ഈ കിടന്നോണ്ട് ഈ ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരും വീട്ടുകാരെ ഒക്കെ അറിയിക്കേണ്ട എന്താ കാര്യം? ഇത്രയും ആലോചിച്ചാ മതി. ആ ഒരു പെങ്കൊച്ച് വലുതായി വന്നിട്ടുണ്ട്. ആ പെങ്കൊച്ച് വലുതായി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇതേപോലൊരു അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇരുന്ന് ഇതേപോലെ കണ്ണീര് ഒഴുക്കണ ഇത് കണ്ടു കഴിഞ്ഞാ നിങ്ങൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അപ്പൊ ആ വിഷമമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. മോൻ കൊടുക്കേണ്ട നല്ല കൂടപ്പറപ്പാണ് നമ്മുടെ ഉണ്ടെങ്കിലേ അത് കൊടുക്കണേൽ ഒരു ദോഷവും വരൂല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ നുള്ളിപ്പറക്കി വെക്കണേന്ന് അത് ഒരു ബോധവും ഇല്ലാണ്ട് എടുത്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി തല്ലി ഒടിച്ച് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടാ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് ചെയ്യേ. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ഒരു ഭാവിയും കൂടി മുന്നിൽ കാണണ്ടേ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ നിന്നോട് നിനക്ക് ഇത്ര എടുത്തേട്ടം കുറച്ച് കൂടുതലാണ്. ഒന്ന് പറഞ്ഞാൽ 2ാം വാക്കിന് കൂടും കൊടുക്കെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. ആദ്യം നീ കുറച്ച് സമാധാനം കൂടി പഠിക്കും. നിങ്ങളുടെ ജീവിതമാണത്, വേറെ ആരുടെയും ജീവിതമല്ല. അതെങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവൂല. നീ എങ്കിലും മേലാല് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു സമാധാനത്തിൽ ചെയ്യും, ധൃതി പിടിക്കാണ്ട്. അങ്ങനെയാണ്. വാ.